ഹലോ! ഇന്ന് നമ്മളൊരു അതിഗംഭീരമായൊരു അമ്പലത്തിലേക്കാണ് പോകുന്നത്. കാടിനുള്ളിൽ തന്നെ ഒരു ഗംഭീരമായൊരു അമ്പലത്തിലേക്ക്. നല്ല ഭംഗിയാട്ടോ കാണാന്. ഞാൻ മാത്രല്ല തേജുവും ഏട്ടനും ഉണ്ട് കൂടെ. കുറേ നാളായി ഇങ്ങോട്ടേക്ക് വരണംന്ന് വിചാരിച്ച് നിൽക്കുന്നേ. നടക്കുന്നേ ഇല്ല. കുറച്ച് ലോങ് ഉണ്ട് നമ്മളവിടുന്ന്. അങ്ങനെ ഏട്ടൻ വന്നോണ്ട് ഏട്ടനെയും കൂട്ടിയിട്ട് പോവാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് കുറേ മാൻകൂട്ടങ്ങളും പിന്നെ ഒരാളിങ്ങനെ സൈഡിലായിട്ട് നിൽക്കുന്നത് കണ്ടു. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അങ്ങനെ ഞങ്ങൾ മുത്തങ്ങ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞു. അവിടെയാണ് നമ്മളെ ആദിവാസി ഭൂസമരം നടന്ന സ്ഥലം അവിടെയാണ് കേട്ടോ. പിന്നെ നല്ല ഭംഗിയാണ് കാണാൻ. നമ്മൾ വൈകുന്നേരമാണ് ഇറങ്ങിയത്. അധികം ബ്ലോക്കൊന്നും ഇല്ലാണ്ട് എത്തിപ്പെടാൻ പറ്റി. അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര ബ്ലോക്കാണ്. ചെറിയ മഴത്തുള്ളികളൊക്കെ ഉണ്ടായിരുന്നു. കാടൊക്കെ ആസ്വദിച്ച് പോകാൻ നല്ല ഭംഗിയാണ്. പിന്നെ മുത്തങ്ങ പൊൻകുഴി ക്ഷേത്രമാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ എത്തി. നല്ല ഭംഗിയാണ് കാണാൻ. കുറേ സ്വാമിമാരെ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. സ്വാമിമാരെ മാലയിടുന്ന സീസണാണല്ലോ. അങ്ങനെ കുറേ സ്വാമിമാരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴാണ് തേജു പുറത്തിരിപ്പുണ്ടായിരുന്നു. തേജു കാറിൽ വരുമ്പോൾ കുറേ നേരം ഉറങ്ങിയോണ്ട് അതിൻ്റെ ഹാങ് ഓവർ തീർക്കാൻ വേണ്ടി പുറത്ത് തന്നെ ഇരുന്നു. എന്നോട് പറഞ്ഞു, "അമ്മ ഒറ്റയ്ക്ക് കയറിക്കോ, ഞാൻ വരുന്നില്ല" എന്ന്. അങ്ങനെ അവനെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് കയറി. ആളുകളൊന്നും ഉണ്ടാവില്ല കേട്ടോ വൈകുന്നേര ടൈമിൽ. അങ്ങോട്ട് നല്ല സമാധാനമായിട്ട് തൊഴാൻ പറ്റി. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഉള്ളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. ഇത് ശ്രീരാമ സീതാദേവി ക്ഷേത്രമാണ്. ഈ അമ്പലത്തിന് കുറേ ഐതിഹ്യങ്ങളും കഥകളൊക്കെ ഉണ്ട്. കേൾക്കാൻ തന്നെ നല്ല രസമാണ്. ആ കഥകളൊക്കെ കേട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും ട്ടോ. സീതാദേവിയെ ലക്ഷ്മണൻ കാട്ടിൽ കൊണ്ട് വിട്ട് തിരികെ മടങ്ങി പോകുമ്പോൾ സീതാദേവി ഇരുന്ന് കരഞ്ഞ സ്ഥലമായിട്ടാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ ഇവിടെ ഒരു കണ്ണീർക്കുളമുണ്ട്. സീതാദേവി ഇരുന്ന് കരഞ്ഞ സ്ഥലമായിട്ടാണ് ഇവിടെ അറിയപ്പെടുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. അവിടെ ചെന്ന് നോക്കിയപ്പോൾ കുറേ സ്വാമിമാർ ഇരിപ്പുണ്ടായിരുന്നു. സ്വാമിമാർ ഇവിടെയാണ് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ ചുറ്റിക്കറങ്ങി കണ്ടു. ബത്തേരിയിൽ നിന്നാണെങ്കിൽ ഒരു 18, 20 കിലോമീറ്റർ ഉണ്ട്. മുത്തങ്ങയിൽ നിന്നാണെങ്കിൽ 4 കിലോമീറ്റർ ഉള്ളൂ. അങ്ങനെ ചെറിയ മഴത്തുള്ളികളൊക്കെ ഉള്ളതുകൊണ്ട് അധികമൊന്നും ചുറ്റിക്കറങ്ങാൻ പറ്റിയില്ല. പിന്നെ അധികമൊന്നും അവിടെ വാഹനങ്ങൾ നിർത്തിയിടാൻ പറ്റില്ല. ഭയങ്കര ചെക്കിങ്ങാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ തൊഴുത് കഴിഞ്ഞു പുറത്തെല്ലാം കറങ്ങി ചുറ്റിക്കറങ്ങി കണ്ടു. പിന്നെ ആ കുളത്തിൻ്റെ അടുത്തേക്കൊക്കെ ഒന്ന് പോയി. നല്ല ഭംഗിയാണ് കാണാൻ. ഞാനിങ്ങനെ ചുറ്റിക്കറങ്ങി കണ്ടു. പണ്ടൊക്കെ ഇവിടെ വരുമ്പോൾ ഭയങ്കര കുരങ്ങന്മാരെ ശല്യമാണ്. ഇപ്പോൾ പിന്നെ അതൊന്നുമില്ല. അങ്ങനെ ചുറ്റിക്കറങ്ങി നല്ല ആസ്വദിച്ച് കണ്ടു. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി കാണാം.